ഹലോ, എല്ലാവർക്കും സുഖമായിരിക്കുന്ന മോളിമൊക്കെ ഇന്ന് വിശപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര അപാര വിശപ്പ്. ഷുഗറുകാർക്ക് ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു വിശപ്പ് എനിക്കങ്ങനെ എപ്പോഴും മന്നയല്ല. ഒരു ആനേനെ തന്നാലും തിന്നാനുള്ള വിശപ്പാണ്. അപ്പം മോളിമൊക്കെ ഇന്ന് കറി, ഇന്ന് ഞായറാഴ്ചയല്ലേ, ഞാൻ എന്നെ ചെയ്ത് നമ്മുടെ ചാക്കരി വെള്ളം അരിയിട്ട് വെച്ച് എളുപ്പം വേകാൻ വേണ്ടി. പിന്നെ സാമ്പാർ വെച്ച്, ടി വിയുടെ ഒച്ച കുറയ്ക്കാൻ പറഞ്ഞിട്ട് അവർ കുറയ്ക്കണില്ല കേട്ടോ. സാമ്പാർ വെച്ച്, അച്ചാറുണ്ട്, നമ്മുടെ തന്നെയാണ് കക്കയിറച്ചി. നമ്മുടെ നാട്ടിൽ മീനൊക്കെ ഭയങ്കര വിലയാണ്, കിട്ടാനും ഇല്ലെന്ന് പറയണം. പക്ഷെ ഇവിടെ കക്കയിറച്ചി കാണിക്കുകയാണ്. കക്കയിറച്ചി ഉണ്ട്. പിന്നെ മുളകുണ്ടല്ലോ ഇടിച്ചത്, ഇതൊക്കെ ഇവർ മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. മുളക് നല്ല എണ്ണയൊക്കെ പുളിയൊക്കെ കൂടെ ഇട്ട് ഇടിച്ച് കാണാവോ നിങ്ങൾക്ക്? അപ്പം അത്രയും കറികളുണ്ട്. ആക്രാന്തത്തോടെ കഴിക്കാൻ പോയിന്. ഇന്ന് വൈകുന്നേരം പൂൾ പാർട്ടി ഉണ്ട്. ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയി ഒരു പാർക്കിൽ. അതൊക്കെ നാളെ ഇടാൻ, ഞാൻ എപ്പോഴെങ്കിലും സമയമുള്ള പോലെ ഇടാൻ ഞാൻ പാർക്കിൽ പോയി. അപ്പോൾ ഇന്നലെ 2 നേരവും ചോറ് കഴിച്ചില്ല. ഇന്നലെ എന്തായിരുന്നു, പിസ്സ, കട്ട്ലേറ്റ്, അങ്ങനെയുള്ള കാര്യം ഓരോരുത്തരും ഗെറ്റ് ടുഗെദറായിട്ട് പോയിട്ട് കഴിച്ചു. പിന്നെ വൈകുന്നേരം പ്രാർത്ഥന ഉണ്ടായിരുന്നു. അവിടുന്ന് ഇടിയപ്പവും ബീഫൊക്കെ ആയിരുന്നു. ഇന്നും അതുപോലെ പുറത്ത് പോവും. ഞാൻ പറഞ്ഞില്ലേ, ഒരു പൂൾ പാർട്ടി. അപ്പം അങ്ങനെ എപ്പോഴും എന്നാ പറയണം, ഇപ്പം കണ്ണ് തുറന്ന എൻ്റെ ദൈവമേ, നമ്മൾ മൊബൈൽ തുറന്നിട്ടുണ്ടെങ്കിൽ ആത്മഹത്യയുടെ ആണ്. ഇപ്പം പിള്ളേരൊക്കെ ആത്മഹത്യ. എന്തിനാണ് എൻ്റെ മക്കളെ ആത്മഹത്യ ചെയ്യണത്? ഇനിയുള്ളവരെങ്കിലും ഭർത്താക്കന്മാരെ വേണ്ടെങ്കിൽ ഇട്ടേച്ച് പോന്നോന്നേ. അവന്മാർ കൊള്ളിയല്ലെങ്കിൽ ഇട്ടേച്ചും പോരണം. നമ്മളെന്തിനാണ്? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവന്മാർ പിന്നെ സുഖമായിട്ട് ജീവിക്കും. നിയമങ്ങളൊന്നും വലിയ ശരിയായതൊന്നുമല്ല. അപ്പം അവർ പോരും. ഇപ്പം നമ്മൾ നിയമത്തെപ്പറ്റി പറയണതല്ല, എന്ത് പറഞ്ഞാലും അവർ പോരും, രക്ഷപ്പെട്ടു പോരും. ഇപ്പം നമ്മുടെ മാതാപിതാക്കൾക്കാണ് പോണത്. ബി സ്ട്രോങ്, അത്രേ പറയാളൂ. കൂടുതലൊക്കെ പറയണില്ല. അപ്പോൾ നമ്മുടെ ചോറ് വിശന്നിട്ട് മേലെ. അപ്പോൾ കഴിക്കട്ടെ മോളിയമ്മ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.